ഹായ് ഗേയ്സ്, ഇന്ന് നമുക്കൊരു അവിയൽ ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഇന്ന് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ. ഇതാ കാരറ്റ്, ചേന, പച്ചമുളക്, പയറ്, പിന്നെ മുരിങ്ങക്കായ, കയ്പ്പ, പാവയ്ക്ക എന്ന് പറയും, ഞങ്ങളിവിടെ കയ്പ്പ എന്നാണ് പറയുന്നത്. പിന്നെ ഇതാ ഒരു കഷ്ണം ഇഞ്ചി, പച്ചക്കായ, നേന്ത്രക്കായയാണ് എടുത്തിട്ടുള്ളത്, കറിവേപ്പ്. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം കാണാം. അപ്പോൾ ഇത് ഞാൻ എല്ലാം കൂടെ പാത്രത്തിലേക്ക് ഇടുകയാണ്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചക്കറികളെല്ലാം ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൽ ചേർക്കാനായിട്ട് ഉപ്പ് വേണം. പിന്നെ ഇതാ ഒരു സ്പൂൺ ഉപ്പ്, ഒരു സ്പൂൺ മഞ്ഞൾ, പിന്നെ ഒരു അര സ്പൂൺ ചുവന്ന മുളക് പൊടി മതി. അത് പച്ചമുളകാണല്ലോ, ചെറിയൊരു കളറ് വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് അല്പം മുളക് പൊടി അത്രയേ ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവിയലിന് ടേസ്റ്റ് മാറും, കറിയുടെ രുചിയായിട്ട് വരും. അതാണ്. അപ്പോൾ നമ്മൾ ഇനി ഒരു 250 മില്ലിയോളം വെള്ളം ഒഴിക്കുകയാണ്. കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല, അധികം വെള്ളം. പിന്നെ തേങ്ങയും തൈരും ഒക്കെ ആഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഒരല്പം വെള്ളമേ ഒഴിക്കേണ്ടതുള്ളൂ. ഒരു 250 മില്ലി ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഗ്യാസ് മേലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറികൾ വേവായോ എന്ന് നോക്കാം. ഇതാ സ്പൂണ് കൊണ്ട് മുറിച്ച് നോക്കാം. ഇതാ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത വെള്ളമൊക്കെ ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞു. ഇതൊരു 10 മിനിറ്റ് ആയുള്ളൂ വെച്ചിട്ട്. അപ്പോൾ അത്രയും സമയമേ ഇത് പച്ചക്കറി വേകാൻ പാടുള്ളൂ. കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തേങ്ങയും തൈരും ചേർക്കുന്ന സമയത്ത് എല്ലാം കൂടെ കുഴഞ്ഞ് അലിഞ്ഞു പോകും. അപ്പോൾ കഷ്ണം കഷ്ണമായിട്ട് നിൽക്കുന്നതാണല്ലോ അവയിൻ്റെ പ്രത്യേകത. നമുക്കിനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ച തേങ്ങയുണ്ട്. പിന്നെ ഒരു ഇടത്തരം തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് തോന കഷ്ണങ്ങളുള്ളത് കൊണ്ട് അപ്പോൾ അത്രയും തേങ്ങ ആവശ്യമാണ്. പിന്നെ അതിൽ ചേർത്തതായിട്ട് ഒരല്പം മഞ്ഞൾ, കളറിന് വേണ്ടി ഒരല്പം മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തൊക്കെയാണ് തേങ്ങയിൽ ആഡ് ചെയ്തത്? അല്പം മഞ്ഞൾപ്പൊടി, 2 തണ്ട് കറിവേപ്പില, വേറൊന്നും ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഇഞ്ചി വേണമെങ്കിൽ നമുക്ക് തേങ്ങയിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി പച്ചക്കറിയോടൊപ്പം ചേർത്തിട്ട് വേവിക്കാം. അപ്പം ഞാൻ ഇഞ്ചി ഇതിൽ ചേർത്താണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ. തേങ്ങ ചേർത്തു കഴിഞ്ഞു. അടുത്തതായിട്ട് തൈര്,
ഇതാ അപ്പോൾ ഇതാണ് എടുത്തത്. ഇങ്ങനെ ഇതേ വലുപ്പത്തിലുള്ള 1.5 ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് അത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ചേർത്തിട്ടില്ല. കറിവേപ്പില 2 തണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അവിയൽ ഒന്ന് തിളച്ച് കഴിഞ്ഞു. തേങ്ങയും തൈരും ഒക്കെ ചേർത്ത ശേഷം അപ്പോൾ തീയൊക്കെ ഓഫാക്കി നമ്മുടെ കറി ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ അവിയൽ പാകമായി കഴിഞ്ഞു. ഈ ഓണത്തിന് എല്ലാവരും വീട്ടിൽ തന്നെ ഒരുക്കുകയല്ലേ.